ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ സനേ കിച്ചണിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് ചെമ്പരത്തിപ്പൂ കൊണ്ട് ഒരു സ്ക്വാഷ് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല ഹെൽത്തിയാണ് ചെമ്പരത്തിപ്പൂവിൻ്റെ സ്ക്വാഷ്. നമുക്കതൊന്ന് എടുത്ത് ചെയ്ത് നോക്കാം. ആദ്യം 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക. അതിൽ സ്റ്റവ് ഒന്ന് കത്തിച്ച് കൊടുക്കുക. അതിലേക്ക് ചെമ്പരത്തിപ്പൂ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് തിളച്ച് അതിൻ്റെ എല്ലാം ഇളകി വരണം, സത്തൊക്കെ ഇളകി വരണം. അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സാണിത്. നല്ലോണം തിളച്ചോട്ടെ. തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കുക. അതിലേക്ക് നല്ലോണം തിളയ്ക്കണം കേട്ടോ. തിളച്ചോട്ടെ. തിളച്ച് വരുമ്പോൾ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ വേറെ കളറാവും. ചെമ്പരത്തിപ്പൂവിൻ്റെ കളർ മാറിയത് കണ്ട, ഒരു ക്രീം കളറായില്ലേ ഇപ്പോൾ. ഇപ്പം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇത്. ഇപ്പോൾ വെള്ളത്തിൻ്റെ കളർ കണ്ടോ. തിളച്ച് കഴിഞ്ഞാൽ ഇത് മാറ്റി വയ്ക്കണം വെള്ളം. വീണ്ടും നമ്മൾ 2 ഗ്ലാസ് വെള്ളം കൂടി തിളപ്പിക്കുവാണ്. ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. 3 സ്പൂൺ ഇട്ടിട്ടാണ്, സ്ക്വാഷാണല്ലോ, നമ്മൾ വെള്ളം കൂട്ടി കഴിക്കുന്നതാണ്. അപ്പം 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി പൊടിച്ചതുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ചെമ്പരത്തിപ്പൂ
ഒരു ഹെൽത്തിയായ പൂവാണ്. നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ഊർജം കിട്ടാൻ പറ്റിയൊരു ചെമ്പരത്തിയുടെ പൂവിന് നല്ല ഇതുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയുടെ ഇലയും ചെത്തിയുടെ വേരും ചെത്തിയുടെ പൂവും എല്ലാം കൂടി അരിഞ്ഞ് എണ്ണ കാച്ചി പുരട്ടി കൊടുക്കുന്നുണ്ട്. ഈ കരപ്പൻ, ചൊറി, ചുണങ്ങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല മരുന്നാണിത്. ഇപ്പം അത് ആരും ഉപയോഗിക്കുന്നില്ല, എല്ലാം കാലാകാരനൊക്കെ പെട്ടുപോയി എന്ന് പറയാം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾക്കൊക്കെ കരപ്പനൊക്കെ വരുമ്പോഴേക്കും ഈ മരുന്നാണ് ഉണ്ടാക്കി പുരട്ടുന്നത്. ചെമ്പരത്തിപ്പൂവും ചെത്തിയുടെ വേരും ചെത്തിയുടെ പൂവും എല്ലാം കൂടി അരിഞ്ഞ് എണ്ണ കാച്ചി ഈ വൃണത്തിലൊക്കെ പുരട്ടി കുളിപ്പിക്കുമായിരുന്നു. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരിലേക്കും ഷെയർ ഒന്ന് പകർത്തി കൊടുക്കുക. ചെമ്പരത്തി പൂവിൻ്റെ കൂടെ ഇഞ്ചി ഇട്ടിട്ടുണ്ടല്ലോ. ഈ ഇഞ്ചിയുടെ സ്വാദ് സ്ക്വാഷിന് നല്ലതാണ്. ഏലക്കാപ്പൊടി, ഇഞ്ചി സ്വാദും നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഗുണം മാത്രമേ ഉള്ളൂ, ദോഷം ഉണ്ടാവില്ല. നമുക്കിതിനി അരിച്ചിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സ്ക്വാഷിൻ്റെ നിറം കണ്ട നല്ല ഒരു സ്ക്വാഷായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. നല്ല ഇഞ്ചിയുടെ സ്വാദും ഏലക്കയുടെ സ്വാദും ഒക്കെ ആയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ആവശ്യത്തിന് വെള്ളം കൂട്ടി കുടിക്കാവുന്നതാണ്. സ്റ്റവ് ഓഫാക്കുവാണ്. അല്ല സ്ക്വാഷ് നല്ല സ്ക്വാഷാണ് കേട്ടോ. ചെമ്പരത്തി പൂ കൊണ്ടൊരു സ്ക്വാഷ് ഉണ്ടാക്കിയതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.